പാകിസ്ഥാനിൽ നിന്ന് വൻ വിവാദത്തിന് വഴി തുറന്ന മറ്റൊരു മനുഷ്യാവകാശ ലംഘന വാർത്ത കൂടി പുറത്തുവരികയാണ്. തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന 13-കാരിയായ ക്രൈസ്തവ പെൺകുട്ടിയെ കേസിലെ പ്രധാന പ്രതിക്ക് തന്നെ വിട്ടുനൽകി ഫൈസലാബാദ് സെഷൻസ് കോടതി. പെൺകുട്ടിയുടെ പ്രായം നിർണ്ണയിക്കുന്നതിനുള്ള മെഡിക്കൽ പരിശോധന പൂർത്തിയാകുന്നതിന് മുൻപാണ് കോടതിയുടെ ഈ വിവാദ ഉത്തരവ്. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിപ്പിച്ചതാണെന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടെന്നുമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ മറ്റൊരു കേസിൽ യൂറോപ്യൻ പാർലമെന്റ് പോലും ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഫൈസലാബാദ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് റാണ സുഹൈൽ കേസിലെ പ്രതിയായ മൊഹ്സിൻ ലിയാഖത്തിന് ജാമ്യം അനുവദിക്കുകയും 13 വയസ്സ് മാത്രം പ്രായമുള്ള ആംബർ നദീം എന്ന പെൺകുട്ടിയുടെ കസ്റ്റഡി പ്രതിക്ക് കൈമാറുകയും ചെയ്തത്. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് മതം മാറിയതെന്നും പ്രതിയെ വിവാഹം കഴിച്ചതെന്നും കാണിച്ചുള്ള സത്യവാങ്മൂലം അടിസ്ഥാനമാക്കിയാണ് ഉത്തരവെന്നാണ് കോടതിയുടെ വാദം. എന്നാൽ ജൂൺ 27-ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ പ്രതിയുടെ കുടുംബം ഭീഷണിപ്പെടുത്തിയാണ് പ്രായപൂർത്തിയായെന്ന് പറയിപ്പിച്ചതെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വിവാഹം നടന്നത് 2012-ലാണെന്നിരിക്കെ കുട്ടിയുടെ ജനനവർഷം 2008 വ്യാജമായി സൃഷ്ടിച്ച രേഖകളാണ് പ്രതിഭാഗം ഹാജരാക്കിയത്. എന്നാൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് വരും മുൻപെയാണ് സെഷൻസ് കോടതി പ്രതിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ കണ്ണുനീരിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രതിയുടെ ബന്ധുക്കളോടൊപ്പം പെൺകുട്ടിയെ കോടതിയിൽ നിന്ന് അയച്ച നടപടിക്കെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖീന ന്യൂസ്.